എടാ ദിസ് ഇസ് ഇതിൻ. എടാ ഞാൻ ഹിന്ദിയിൽ വരുൺ ധവാൻ്റെ ബോംബ് കമനീയ ശേഖരണങ്ങളിലോട്ട് പുതിയതായിട്ട് അടുക്കി വയ്ക്കാൻ പറ്റിയ ഒരു സാധനം ഞാൻ കണ്ടു. ഇതിൽ ഹേ ജവാനി തോ ഇഷ്ക് ഹോന ഹേ. ഇതിന് ശരിക്കും ഇതിന് ടൈറ്റിൽ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കുത്തിക്കഴപ്പെന്നായിരുന്നു. കുത്തിക്കഴപ്പ് അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ കഴിവില്ലാത്തവനെന്ന് നമുക്കിതിലിടാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കഴിവുകെട്ട സാധനമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. കോമഡി എന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ തന്തയാണ് ഈ പടം പടച്ചു വെച്ചത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങർക്ക് അതായത് വരുൺ ധവാന് അഭിനയിക്കാനൊക്കെ അറിയാം. ഇപ്പം കാല് കവച്ച് വെച്ച് ഓടാൻ മാത്രം അറിയണം, അല്ലെങ്കിൽ കാല് കവച്ച് എയറിൽ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടൈഗർ ഷ്രോഫിനെ പോലെയോ, അല്ലെങ്കിൽ കാല് കവയ്ക്കാൻ പോയിട്ട് മര്യാദയ്ക്കൊന്ന് അഭിനയിക്കാൻ പോലും മുക്കി തുപ്പണ അർജുൻ കപൂറിനെ പോലെയൊന്നും അല്ല. നിങ്ങൾക്ക് പണി അറിയാം. അതിൻ്റെ ഉദാഹരണമാണ് ബദ്ലാപൂർ. ബദ്ലാപൂറൊക്കെ ഇന്നും കിടിലൻ പടമാണ്. ബദ്ലാപൂർ, ഒക്ടോബർ, പിന്നെ സുയിധാഗ നല്ല പടമാണത്. പിന്നെ ഇപ്പം വേടിയൊക്കെ ഐ മീൻ ഇതിനൊന്നും വയ്ക്കാൻ പറ്റിയ സാധനം ഇല്ലെങ്കിൽ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അതുകൊണ്ട് ആശാന് പണി അറിയാം. പക്ഷേ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഡേ ബൈ ഡേ ഇമാതിരി കുറേ ഇഹലോക ഐറ്റങ്ങളും പിടിച്ചങ്ങ് പോവുകയാണ്. പിന്നെ ഇതിൽ 2 നായകന്മാരുണ്ട്, പൂജ ഹെഗ്ഡെയും മൃണാൾ താക്കൂറും. എല്ലാവർക്കും ക്ലീവേജ് കാണിക്കാത്ത ഒരൊറ്റ സീൻ പോലും ഇല്ല. എല്ലാ സീനിലും ഇങ്ങനെ ഇളവി ഇങ്ങനെ വരണം. അതാണ് അവരുടെ ഒരിത്. ആദ്യം മൃണാൾ താക്കൂറുമായിട്ട് കുറച്ച് കാലം പോവും, കെട്ടും. അവിടെ എന്തുവാ ലൈക്ക് കൈൻഡ് ഓഫ് മറ്റേ കോണ്ടത്തിൻ്റെ മറ്റേ ഒരു അവയർനെസ് ക്ലാസ് എങ്ങനെ തൊലച്ചെടുത്ത് വയ്ക്കാമെന്നുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആദ്യം ഒരാളുമായിട്ട് നിൽക്കും, അവൾ കളഞ്ഞറിഞ്ഞിട്ട് പോകും. അടുത്ത രണ്ടാമത്തെ വരും, അതിന് വയറ്റിലുണ്ടാക്കും. അപ്പോൾ ആദ്യത്തത് വരും, അതിനും വയറ്റിലുണ്ടെന്ന് പറയുന്നു. അറ്റ് ദ സെയിം ടൈം ഈ 2 വയറ്റിലുണ്ടാക്കിയ കഥകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് 3ാമതൊരുത്തി വരും, തള്ള എന്നും പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം പോയതിന് ശേഷം അടുത്ത 4ാമതൊരെണ്ണം വരും. കേട്ടിട്ട് തല ചൊറിഞ്ഞുകൊണ്ട് വരികയും വേവ് പറഞ്ഞായിട്ടുള്ള സാധനമാണ്. എന്നിട്ട് ഈ അപരാധങ്ങളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓരോ കള്ളങ്ങൾ പറയുമ്പോൾ ആശാൻ്റെ മറ്റേ സ്ഥിരം സാധനം ഇടും. മറ്റേ ഇപ്പോൾ ട്രോളുകളിലൊക്കെ പറഞ്ഞാൽ ഈ കിണിച്ചോണ്ടിരിക്കൂലേ ഈ സാധനം. എങ്ങനെ അറിയാതെ പോലും ഈ പടം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടുപോകരുത്. ഞാൻ അറിയാതെ കണ്ടുപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പറഞ്ഞാൽ എന്തെങ്കിലും പറയാനെങ്കിലും വിചാരിച്ചെങ്കിൽ പോലും ഇത്ര ഒരു സീനില്ലടേ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ മുമ്പ് ആണെങ്കിൽ പോലും ഇപ്പം ഇഷ്ടമല്ലാതെ ഇങ്ങനെ എനിക്ക് വർക്കാവാത്ത പടങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നപ്പോൾ അതിലൊക്കെ പാട്ടുകളൊക്കെ നല്ല രസമാണ്. ഇതിൽ പാട്ട് പോയിട്ട് ഒരു പുണ്ണാക്ക് പോലും ഇല്ല. അത്രയ്ക്ക് ഒരു ഉണ്ടാക്കിയ പടമാണിത്. സോ ഈ ഇഹലോകവാണത്തിനെ പറ്റി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വല്ലതും പറഞ്ഞാൽ കൂടിപ്പോയി ചീത്ത വിളിച്ചു പോകും ഞാൻ. അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ അത്രയേ ഉള്ളൂ.